ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്മൂത്തി തയ്യാറാക്കാം. നമ്മൾ പലതരത്തിലും സ്മൂത്തി തയ്യാറാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഓട്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ ഹെൽത്തിയായ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പഴവും എടുത്തിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ റോബസ്റ്റ് പഴം എടുത്താൽ മതി. ഇനി ഒരു ജാറെടുത്ത് ഈ പഴത്തിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. ഇതുപോലെ പപ്പായും ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓട്സ്, 1/4 കപ്പ് യോഗേർട്ട്, 1/2 കപ്പ് പാല് എന്നിവ ചേർക്കാം. ഇവിടെ ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ പാലൊരു 1/4 കപ്പ് വരെ ചേർക്കാം. ഇനി ഓരോരാളുടെ മധുരത്തിനനുസരിച്ച് തേന് ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേന് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ തേന് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി നല്ല വണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു തിക്കായിട്ടുള്ളൊരു സ്മൂത്തിയാണിത്. കാരണം ഓട്സും പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ്. ഇത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാല് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിനെ തണുപ്പിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ടിട്ടോ തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയായൊരു സ്മൂത്തിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യും.